സർപ്രൈസ് ഞാൻ പറഞ്ഞില്ല നിങ്ങൾ മറക്കൂല അത്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ബാക്കി പറയ തുടങ്ങിക്കോ. ഞാനാ അപ്പൊ ഇന്ന് നമ്മള് ഇവിടെ ഒത്തുചേർന്നിരിക്ക. ഇന്ന് വാലന്റൈൻസ് ഡേ ആണല്ലോ, അപ്പൊ ഗിഫ്റ്റ് കൊടുക്കണല്ലോ, എനിക്ക് ഒരു പഞ്ഞിക്കിടുവല്ലോ. അപ്പൊ ഗിഫ്റ്റ് ഉണ്ട്. ഇപ്പൊ സമയം ഇപ്പൊ എന്തായാലും 8 മണിയൊക്കെ അയക്കണേ. ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഗിഫ്റ്റ് തരുന്നത്. ഇതുവരെ ഞങ്ങളെ പറ്റിച്ചു. അതുകൊണ്ടെന്താ ഞങ്ങളും എടുത്തുവെച്ച് ഞങ്ങൾ വാങ്ങിയ സാധനങ്ങള് നമ്മള് സർപ്രൈസ് ആയിട്ട് കൊടുക്കുമ്പോഴേ അതിനൊരു ഇതുള്ളൂ. അതുകൊണ്ട് നമ്മള് കുറച്ച് ത്രില്ല് അഡ്മിറ്റ് സാധനമൊന്നും ഇല്ല. ഞാനും പപ്പയും വാലന്റൈൻസ് ഡേക്ക് എതിരാണ് എന്നൊക്കെ പറഞ്ഞാണ്ട് ഇവരെ വരെ മോട്ടറാക്കിക്കണേ. ലാസ്റ്റ് ഉമ്മ കരച്ചില് തുടങ്ങിയപ്പോ നമ്മള് ഗിഫ്റ്റ് കൊടുക്കാൻ നേരിട്ട്. അപ്പൊ ആ ഗിഫ്റ്റ് ഉണ്ട്. അപ്പൊ ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. കണ്ടുമുട്ടാ രണ്ട് ചെക്കന്മാരെ വെച്ച ഇതാണ് ഞാൻ ജുബിക്ക് കൊടുക്കണ ഗിഫ്റ്റ്. ഓക്കെ, അതിന്റെ ഇടയിൽ നമുക്ക് സ്ഥിരമുള്ള ഏർപ്പാടാണ്. എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവും. ജുബിക്ക് ഒരു ചപ്പല്. ഓക്കെ, ഈ മോഡൽ ചപ്പൽ ഇതിനു മുമ്പ് ജുബിക്ക് ഗ്രീൻ എടുത്തിയത്. അപ്പൊ ജുബി പറഞ്ഞു ഇതെല്ലാം ഇടാൻ നല്ല കംഫർട്ട് ഉണ്ട്, ഇത് മതി എന്ന് പറഞ്ഞു. അപ്പൊ ഇനി അടുത്ത സാധനമാണ്. ഫോക്കസ് ചെയ്ത് സൂം ചെയ്തട്ടാ. ഇത്രയും സാധനങ്ങൾ. ഓക്കെ, ഈ ഡ്രസ്സ് ഓൾക്ക് വേണമെന്ന് പറഞ്ഞാൽ കുറേ അൽമുണ്ടാക്കിക്കണി. അപ്പോൾ അത് ഓക്കെ, അതൊന്ന് അത് ഇവിടെ തന്നെ ഞാൻ സെറ്റാക്കിയതാണ്. ഇനിയിപ്പോൾ ഞാൻ മാറ്റി പറഞ്ഞില്ല. ഒരു വാച്ച്, ഇതിന് മാച്ച് ആയിട്ടുള്ള ഇയറിങ്ങും ഇതും. ഓക്കെ, പപ്പ ആനക്കാറ്റിൻ്റെ അടുത്ത് ആനക്കാരൻ ചോദിക്കല്ലേ. അപ്പോൾ ഇതാണ് ഞാൻ ജുബിക്ക് കൊടുക്കണ ഗിഫ്റ്റ്. ഓക്കെ, ഇതൊക്കെ ചോദിക്കല്ലോ ഈ ഗിഫ്റ്റ്. ഏഞ്ചൽ റോസ് എന്തിട്ടാന്നല്ലേ ഏഞ്ചൽ റോസിന് വേണ്ടി വരും. ഏഞ്ചൽ റോസിന്റെ സ്വഭാവമാണ്. എടുത്തിട്ടില്ല. ഇതിപ്പോ ഞാൻ അമ്മാന്റെ മാതിരി കരണ്ട് വരുമല്ലോ. എന്റെ ഗിഫ്റ്റ് താടി. ഞാൻ പപ്പ ഇത് തിരിച്ചു ബില്ലടിച്ച റിട്ടേൺ എടുത്ത എന്താണ്? ഇല്ല, അതതിന്റെ പാന്റാണ്. അതിക്ക് വാങ്ങിയ പാന്റാണ്. പസിക്കാക്കന്റെ എന്താന്ന് ഞാൻ പറയുന്നില്ല. ഇനിയിപ്പോ നിങ്ങൾക്ക് മോശമാക്കിയാലോ. ഇത് ഒരു വെറൈറ്റി. അപ്പൊ ലോക്കൽ ഗിഫ്റ്റ് ആവാനുള്ള സാധനം ഞാൻ കാണുന്നുണ്ട്. അല്ല, ഞാനൊരു സാധനം ഉണ്ട്. ഇതാ ഇതാണ് എനിക്ക് തന്നെ ഗിഫ്റ്റ്. വെറൈറ്റി വേണ്ട. എപ്പോഴും ഇങ്ങനെ ഷർട്ടും പാന്റും ഷൂസും റിങ്ങും വാച്ചൊക്കെ ഇട്ട മോശല്ലേ? അതെന്തോ ഒരു കുത്തല് പോലെ എനിക്ക് തോന്നി കേട്ടോ. എനിവേ ഇത് ഞാൻ പൊട്ടിച്ചോക്കട്ടെ. എന്തിനാണ് ഇതിപ്പോ തുറക്കാനുള്ളല്ലേ? പിന്നെ എന്തിനാണ് ഇതൊക്കെ പോണെ? തിന്നാനാണെങ്കിൽ ഇതിന്റെ ഉള്ളില് ബുർജ് ഖലീഫ. ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ എന്തായാലും കോലം കണ്ടിട്ട് ഒരു ഫോട്ടോ വരെ എനിക്ക് തോന്നുന്നത്. എനിക്കറിയാം, ഞാൻ 14,000 പുറത്ത് മുടക്കുമ്പോ ഈ ഇങ്ങനെ എന്തെങ്കിലും തട്ടിക്കൂട്ടി സെറ്റപ്പ് ആക്കും. എനിക്കറിയാം. വീട്ടിൽ ഫ്രെയിം ചെയ്തിനാ മറ്റേ അതോടെ വലിയ ബോഡി ചെയ്യാൻ അത് കാണാനില്ല. അത് എടുത്തക്കാണ്ട് പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? ഞാൻ വാങ്ങിക്കൊടുത്ത ഒരു വാല്യൂ തരാത്തൊരു കലണ്ടർ. അടിപൊളി. ഫെബ്രുവരി 14 അതില്. എനിക്ക് ഡേറ്റ് വെക്കാനൊക്കെ അറിയോ? പണ്ടത്തെ പാസിത്ത്. ഓക്കെ, ഞങ്ങൾ കൊറേ ഫോട്ടോസ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി കാലണ്ടർ ആണ് ജുബി എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഈ ഫോട്ടോക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഗൈസ്. 3ാമത്തെ കൊല്ലാണ് വാലന്റൈൻസ് ഡേ ആഘോഷം. ഇത് ഞങ്ങള് 3 വർഷം മുമ്പുള്ള വാലന്റൈൻസ് ഡേ പിക്ക് ആയിരുന്നു. ഭയങ്കര വൈറലായിരുന്നു പിക്ക്. ഓക്കെ, ഇപ്പോൾ ആരൊക്കെ ഷെയർ ചാറ്റിലൊക്കെ വെച്ച് കളിക്കണാണ്. എന്നിട്ട് എന്റെ ചെങ്ങന്മാരൊക്കെ എനിക്ക് അയച്ചു. ഇനി ഇതിന്റെ മെയിൻ ഫോട്ടോ എന്താണെന്ന് നോക്കാം. ഇത് കഴിഞ്ഞിട്ട് പപ്പന്റെയും മമ്മന്റെയും ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. അതെ, പപ്പയ്ക്കാണ് ഡയമണ്ട് റിംഗിൽ കുറക്കും എനിക്ക് തോന്നണില്ല. പക്ഷെ ഈ ഇടയായിട്ട് പപ്പ കഞ്ഞി അയക്കണോ വെട്ടിപ്പൊളിച്ചാലോ?
ഒരു ഗിഫ്റ്റ് ഒക്കെ പൊളിക്കുമ്പോ അതിന്റെ മാന്യതയിൽ പൊളിക്കാം. 100 കവറും ഇത് പുതിയ എന്ത് നിക്കാനേ. ആദ്യം നമ്മൾ ഇങ്ങനെ കാണിച്ചിട്ട് വാസിക്കാക്ക കണ്ടതിന് ശേഷം ഓ നല്ല രസമുണ്ട്. എന്താ നല്ല രസമുണ്ട്. എന്താ നോക്കുമ്പോ എല്ലാം കൂടി മിക്സ് ആക്കിയാണ്ട് അടിപൊളി ചെയ്തിരിക്കണല്ലേ. ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. എങ്ങനെയുണ്ട്? ഒറ്റക്കുള്ള ഫോട്ടോ അല്ലല്ല, നല്ല രസമുള്ള ഫോട്ടോ. ഞാൻ ഓലോട് വേറൊരു ഫോട്ടോ, ഞാൻ വിചാരിച്ചത് വേറെ ഒറ്റക്കുള്ള ഫോട്ടോ ആണെന്ന് കേട്ടാ. പക്ഷെ ഓര് ഇങ്ങനെ ചെയ്തത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമായി. ഇതാരാ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇതിന് മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അൺബോക്സിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെന്നാണ് ചെയ്തത്. അടിപൊളി ഫ്രെയിം ആണ് കേട്ടോ. അവരെന്നല്ലേ ഇതും ചെയ്ത്? ഈ കലണ്ടർ നമ്മളെ ഇവിടെ വെക്കുന്നതായിരിക്കും. അപ്പൊ കണ്ടല്ലോ, ഞാൻ ഇത്രയും ചെലവാക്കിയിട്ട് എനിക്ക് വേണ്ടി എന്റെ പ്രിയതമ ചെലവാക്കിയിട്ട് ഈ ഒരു സാധനം, ഒരു ഡ്രസ്, ഒരു വാച്ച്. നിങ്ങൾക്ക് ഡ്രസ് നാളെ എടുക്കണ്ടല്ലോ പറഞ്ഞു പോയി. ഇനി അടുത്തത് നമ്മളെ വലിയ ആൾക്കാരെ നമ്മള് കാണാൻ വെയിറ്റ് ആക്കി. ഇനി അഭിമാനും പപ്പന്റെ നമ്മള് ഗിഫ്റ്റ് കൊടുക്കാൻ പോണത്. അപ്പൊ അടുത്തതിലേക്ക് നമ്മൾ പോവാണേ. ഓടുവാ. അപ്പൊ ഇനിയാണ് നമ്മൾ കാത്തിരുന്ന ഗിഫ്റ്റ് കൊടുക്കൽ. ഓക്കെ, നമ്മളെ പപ്പ ഉമ്മക്കും ഉമ്മ പപ്പക്കും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് തോന്നുന്നു. എനിക്കറിയില്ല ഉണ്ടോ. പക്ഷെ ഏതായാലും ഒരു ഗിഫ്റ്റ് ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, ഇതാണ് എന്താ പറയാ ഗിഫ്റ്റ്. ഷോപ്പത്തെ കുട്ടികളുടെ ഡ്രസ്സിന്റെ പെട്ടിയിലാണ് കൊടുത്തേക്കണത്. ഇവിടെ ഇപ്പൊ തട്ടിക്കുട്ടിയതാണെന്ന് മനസ്സിലായി. ഇത് കണ്ടിട്ടേ തട്ടിക്കൂട്ടാണല്ലോ. ചുരിദാറ്, ഇപ്രാവശ്യം ചുരിദാറ്, ഇവിടുന്ന് എടുത്ത ചുരിദാറ്. എല്ലാ പ്രാവശ്യം ആ സാധുവിന് ഓ റിങ് ഉണ്ട്. ഈ സമ്മതിക്കണ്ട, ഈ എനിക്കെന്താടി തന്ന് അല്ല. അടിപൊളി റിങ് ആട്ടോ. അപ്പൊ ഒരു ഗോൾഡൻ റിങ് ആണ് പപ്പന്റെ വക പ്രാവശ്യം ഗിഫ്റ്റ്. കഴിഞ്ഞ പ്രാവശ്യം ഡ്രസ് ഉള്ളു. പപ്പക്ക് ഗിഫ്റ്റ് ആണ്ടേ. ഓക്കെ, പപ്പക്ക് ഒരു ഷർട്ടാണ് ഉമ്മാന്റെ വക ഗിഫ്റ്റ്. അതല്ലമ്മ, ഇതില് പപ്പ ഇട്ടിട്ട് നമുക്ക് കാണിച്ചു തരും കേട്ടോ. അപ്പിട്ട് എല്ലാവർക്കും ഒന്ന് കാണിക്കാം. അതല്ലമ്മ, ഇതിലെ ഹലന്റെ സങ്കടം അല സിംഗിൾ പസംഗ കളിച്ചിട്ട് ആൾക്ക് ആകെ സീനായി ഫീലായി. അല നേരത്തെ കാലത്ത് വീട്ടിക്ക് പോയിട്ടോ. ഇതില് ഇനി ഒരു സർപ്രൈസും കൂടി ബാക്കിയുണ്ട്. അത് ഉമ്മാക്കും ഇമ്മാക്കും ജുബിക്കും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. അത് ഞാനും പപ്പയും കൂടി പ്ലാൻ ചെയ്തതാണ്. അത് വൈകാതെ നിങ്ങൾക്ക് കാണാം. അതൊരു ഒന്നൊന്നര സർപ്രൈസ് തന്നെയാണ്. വാലന്റൈൻസ് ഡേ നിങ്ങൾക്ക് ഇഷ്ടാവും. വീട് പിന്നെ അപ്പൊ നമ്മളൊരു അടിപൊളി സർപ്രൈസും കൂടി ഉണ്ട്. ഇത് ഗിഫ്റ്റ് അല്ലേ, ഇനി ഒരു ഇതിക്ക് മേലൊരു ഗിഫ്റ്റ് ഉണ്ട്. ഇന്ന് തരും നിങ്ങൾക്ക്. ഇന്ന് രാത്രിക്കത്തെ സർപ്രൈസ് ആണ് കേട്ടോ. ഓക്കെ, ഒരു സ്ഥലം വരെ നമ്മള് പോവും. മുട്ടായി ആണെങ്കിൽ എനിക്ക് ഇവിടെ നിന്നാ പോരടോ. ഒരു അടിപൊളി സർപ്രൈസ് ആണ്. എന്തായാലും നിങ്ങൾ കണ്ട് എൻജോയ് ചെയ്തിട്ട് നമുക്ക് കാണാം എന്താ സാധനം ഗിഫ്റ്റ്. പപ്പ ഒന്ന് മാറ്റി വെക്കട്ടെ. അല്ല, നമുക്ക് എന്തായാലും അവിടെ പോവാണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഡ്രസ് ഇട്ടോളൂ. നമുക്ക് ഈ ഡ്രസ്സിൽ എന്തിനാണാവോ? യെസ്, നമുക്ക് കാസർഗോഡ് കല്യാണം. അല്ല, എന്തായാലും എനിക്ക് പാർട്ടി വെയർ വേണല്ലോ. കാരണം നല്ല പ്രൈസ് റേഞ്ച് ഉണ്ട്. 4000 സംതിങ് ആ പ്രൈസ് റേഞ്ച് വരുന്നുണ്ട് ആ ഡ്രസ്സിന്. അപ്പൊ നമ്മള് മൊഞ്ചനും മൊഞ്ചത്തി മാറ്റിക്കുന്നേ. മാച്ചിങ് ആണ് കേട്ടാ. ഭയങ്കര പൊരുത്തം. എന്താണ് നടത്തം. പപ്പന്റെ ഷർട്ടും ഉമ്മന്റെ ഡ്രസ്സും കോംബോ അടിപൊളിയാണ്. ഇനി പിക്കല്ല, ഇനി ഒരു സർപ്രൈസ് ഉണ്ട്. അവിടേക്ക് നിങ്ങളെ രണ്ടാളെ ഞങ്ങൾ കൊണ്ടുപോകാൻ പോവാണ്. അടിപൊളി സ്പോട്ടായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും.
ആ ഈ മലന്റെ മണ്ടേ പോയി നിൽക്കുക അതൊന്നുമല്ല. ഇത് കുറച്ച് വെറൈറ്റി ആണ്, കുറച്ച് ഹെവി ആണ്. നോക്കാം ഓക്കെ പറയുന്നത് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ സർപ്രൈസ് ആയിട്ട് വന്നപ്പോഴാണ് ഈ രണ്ടെണ്ണത്തിനെ കാണാനിടയായത്. ഓക്കെ ഉണ്ടാക്കി ചിരിയുണ്ടോ? ബാസി ജൂബി റാഫി ആബിദ റാഫി. ഇതൊക്കെ ഓൺ വോയിസ് കൊടുക്കണം കേട്ടോ. ഇവിടെ ആയതുകൊണ്ട് നമ്മൾക്കൊരു പ്രൈവസി ഉണ്ട്, അതായത് നമ്മളെ സ്പോട്ട് ആയതുകൊണ്ട്. എന്താ ബട്ടർ ചിക്കൻ പടച്ചോനെ അറിയാം. ഇന്ത്യ പെട്ടെന്ന് എടുത്തുന്ന സാഫ്രോൺ കുങ്കുമപ്പൂ ആരോട് പറയാൻ. കഴിക്ക്. അടിപൊളി ഒരു റിസോർട്ട്. കഴിക്കാൻ കിട്ടും. അവരെ വക ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ മനസ്സിലാ. ഞാൻ പറഞ്ഞില്ല നിങ്ങൾ മറക്കൂല. അടിപൊളി ഫുഡാണ്, അതായത് സൂപ്പറാണ്. ആ പ്രൈസിനൊക്കെ നല്ല അടിപൊളിയായിട്ട്. അത് പിന്നെ അവരെ സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്നതാണ്. യെസ്, ഞാനും പപ്പിയും കൂടി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി സർപ്രൈസ്. ഡെലീഷ്യസ് ഞങ്ങൾ സാധാരണ പോവാറുണ്ട്. നല്ലൊരു റെസ്റ്റോറന്റ് ആണ്, അടിപൊളി ഫാമിലി റെസ്റ്റോറന്റ് ആട്ടോ. ഫാമിലി റെസ്റ്റോറന്റ് ആണ്. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്സ് ആണ് അവിടെ. പക്ഷെ ഇന്നത്തെ സ്പെഷ്യൽ ആണ്, വളരെ സ്പെഷ്യൽ ആണ്. സത്യം പറഞ്ഞാൽ ഐറ്റംസിന്റെ പേരൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. അതില് ഫോറിൻ ഐറ്റംസ് ആണ് ഫുൾ ഉണ്ടായിരുന്നത്. കോണ്ടിനെന്റൽ ഇന്റർനാഷണൽ ഫുഡാണ്, നല്ല ഫുഡാണ്, സൂപ്പർ ഫുഡ് ആയിരുന്നു കേട്ടോ. ഓക്കെ, ഇതിനിപ്പോ നിങ്ങൾ പോയിട്ട് കാര്യമില്ല, കാരണം അത് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആണ്. അത് അടുത്ത വർഷം ഇനി ഉണ്ടാവുള്ളൂ. ഇതൊക്കെ അവര് ഗിഫ്റ്റ് ആയിട്ട് തന്നാണ് കേട്ടോ. അവിടെ ചെന്നപ്പോ സീക്രട്ട് ഏജന്റിനെ കണ്ടത് വളരെ സർപ്രൈസിങ് ആയി, കാരണം അവരെ ഗസ്റ്റ് ആയിട്ട് വന്നതാണ് കേട്ടോ സീക്രട്ട് ഏജന്റ് ഒക്കെ അവിടെ ഫുഡ് കഴിക്കാൻ. എന്തായാലും അതൊരു കോയിൻസിഡൻസ് ആയി. സോ വാലന്റൈൻസ് ഡേ നിങ്ങൾ മറക്കൂലല്ലോ. ഗിഫ്റ്റിലാറ് സർപ്രൈസ് ആയിട്ട് ഈ സാധനല്ലേ മാ. പിന്നെ എനിക്കൊരു സങ്കടമുള്ളത് എന്റെ ഹലു ഒറ്റ മൈൻഡ് ആയിട്ടായിരുന്നു അവിടെ ഇരുന്നത്.
സാരില്ല, അടുത്ത കൊല്ലം നമ്മൾ കാട്ടുമൂപ്പന്റെ കൂടെ ആഘോഷിക്കും. ഓക്കെ, ഓക്കെ അപ്പോ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യില്ലേ? ബൈ. ബൈ.